Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. The Earth is a Living Thing by Lucille Clifton, FIUGP, ACE English, Advanced English Language Skill for Commerce and Management, second semester, Calcutta University. Lucille Clifton was an American poet, writer, and educator. Clifton was a finalist twice for the Pulitzer Prize for Poetry. Lucille Clifton, American poet, writer, educator. 2 പ്രാവശ്യം ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് പോയട്രിയിൽ പുലിറ്റ്സർ പ്രൈസിന്. ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്. ഭൂമി ഒരു ജീവിക്കുന്ന വസ്തുവാണ്, ജീവനുള്ള വസ്തുവാണ്. ദ പോം ഹൈലൈറ്റ്സ് ദ എർത്ത്സ് പവർ ആൻഡ് ബ്യൂട്ടി ആൻഡ് എൻകറേജസ് ദ റീഡർ ടു ഡെവലപ്പ് എ ഡീപ്പർ അപ്രിസിയേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദി നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഈ ഒരു പോം, ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്, എർത്ത് ഭൂമി എന്ന് പറയുന്നത് ജീവനുള്ള ഒന്നാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ഭൂമിനെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോം ഹൈലൈറ്റ് ചെയ്യുന്നത് ഭൂമിയുടെ പവർ, ബ്യൂട്ടീനൊക്കെയാണ്. അതുപോലെ റീഡേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു നാച്ചുറൽ വേൾഡിനെ റെസ്പെക്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിലൂടെ. The poem touches on the cycles of birth, growth, decay and renewal that govern the natural world. അതുപോലെ ഈ ഒരു പോം ലൈഫ് സൈക്കിൾ ടച്ച് ചെയ്യുന്നുണ്ട്. ബർത്ത്, ഗ്രോത്ത്, ഡീക്കെ, റിന്യൂവൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ദ പോം ഇസ് എ റിച്ച് സെൻസറി ഡീറ്റെയിൽസ് വിത്ത് ഇമേജസ് ഓഫ് നേച്ചർ ആൻഡ് ആനിമൽ ലൈഫ്. ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നേച്ചറിൻ്റെ ആയാലും അതുപോലെ ആനിമൽസിൻ്റെ ഒക്കെ ഇമേജറി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. Throughout the poem, Clifton personifies the earth, attributing human qualities to it. ഈ ഒരു പോയത്തിലുടനീളം ലൂസിൽ ക്ലിഫ്റ്റൺ എർത്തിനെ പെർസോണിഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് പെർസോണിഫിക്കേഷൻ? ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്. എർത്ത് എന്ന് പറയുന്നത് ഒരു ഇനാനിമേറ്റ് തിങ് ആണ്. അപ്പോൾ അതിന് ഹ്യൂമൻ ക്വാളിറ്റി ഈ ഒരു പോയത്തിലുടനീളം നൽകുന്നുണ്ട്. This technique emphasizes the earth's vitality and agency and encourages the reader to adopt a more intimate and respectful relationship with the natural world. അപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു പെർസോണിഫിക്കേഷൻ, ഈ ഒരു ഭൂമിയെ എർത്തിനിങ്ങനെ പെർസോണിഫൈ ചെയ്യുന്നത് അതിനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എർത്തിൻ്റെ വൈറ്റാലിറ്റി, ഏജൻസി ഇതൊക്കെ എംഫസൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ റീഡറെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതായത് ഈ ഒരു നാച്ചുറൽ വേൾഡുമായിട്ടൊരു ഇൻറ്റിമേറ്റ് അതുപോലെ ഒരു റെസ്പെക്റ്റ്ഫുൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രൂ ഔട്ട് ദ പോം ക്ലിഫ്റ്റൺ യൂസസ് സിമ്പിൾ കൺസൈസ് ലാംഗ്വേജ് ടു കൺവേ കോംപ്ലക്സ് ഐഡിയാസ് അബൌട്ട് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് അവർ പ്ലേസ് വിത്തിൻ ഇറ്റ്. ഈ ഒരു പോയത്തിലുടനീളം ലൂസിൽ ക്ലിഫ്റ്റൺ വളരെ സിമ്പിളായിട്ടുള്ള, കൺസൈസ്, ചുരുങ്ങിയ രൂപത്തിലുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നാച്ചുറൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള, അതുപോലെ ആ ഒരു നാച്ചുറൽ വേൾഡിൽ നമ്മുടെ ആ ഒരു സ്ഥാനം, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കോംപ്ലക്സ് ഐഡിയാസ് കൺവേ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള കൺസൈസ് ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്. ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്. ഭൂമി ഒരു ജീവനുള്ള വസ്തുവാണ്. Is a black shambling bear, ruffling its wild back and tossing mountains into the sea. ഇവിടെ എർത്തിനെ ഈ ഒരു പോയത്തിലുടനീളം പെർസോണിഫൈ ചെയ്യുന്നുണ്ട്. എർത്ത് ഈസ് എ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബെയർ. അതായത് എർത്ത്, ഭൂമി എന്താണ്, ഒരു ബ്ലാക്ക്, ഒരു കറുത്ത കരടിയെ, മെല്ലെ പതുങ്ങിപ്പോകുന്ന ഒരു കരടിയെ പോലെയാണ്. റഫ്ലിംഗ് ഇറ്റ്സ് വൈൽഡ് ബാക്ക്, അതിൻ്റെ മുതുക് മൗണ്ടെയ്ൻസ് ഇൻ ടു ദ സീ, അതായത് വലിയ കൂറ്റൻ മൗണ്ടെയ്ൻസ്, മലകളൊക്കെ കടലിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള ഒരു കൂറ്റൻ ബ്ലാക്ക്, കറുത്ത നിറത്തിലുള്ള ഒരു കരടിയാണ് ഭൂമി എന്നാണ് പറയുന്നത്. Is a black hawk circling the burying ground, circling the bones, picked clean and discarded. എർത്ത് ഈസ് എ ബ്ലാക്ക് ഹോക്ക്. അതായത് എർത്ത് എന്ന് പറയുന്നത് ഭൂമി ഒരു പരുന്താണ്. സർക്കിളിങ് ദ ബറിയിങ് ഗ്രൗണ്ട്, അത് ബറിയിങ് ഗ്രൗണ്ട് മീൻസ് ശ്മശാനം. ശ്മശാനത്തിന് ചുറ്റും ഇങ്ങനെ വട്ടം വിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരുന്താണ്, ഒരു ബ്ലാക്ക്
കറുത്ത നിറത്തിലുള്ള ഒരു പരുന്താണ് ഭൂമി. സർക്കിളിൻ ദ ബോൺസ്, അതായത് ഒരു മൃതദേഹം ദഹിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ ബോൺസ്, എല്ലുകൾ ബാക്കിയുണ്ടാകും. അപ്പോൾ അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരു കറുത്ത പരുന്താണ് ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, ആ ബോൺസ് പിക്ക് ചെയ്യുന്നു, എടുത്ത് അത് ക്ലീൻ ചെയ്ത് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇസ് എ ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ. എർത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫിഷാണ്, ഒരു കറുത്ത ഫിഷാണ്. അത് ബ്ലൈൻഡാണ്, ഒരു അന്ധനായിട്ടുള്ള ഒരു ഫിഷാണ്. ബെല്ലി ഓഫ് വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു വയറിനുള്ളിൽ ഉള്ള ഒരു കറുത്ത അന്ധനായിട്ടുള്ള ഒരു ഫിഷാണ് എർത്ത് എന്ന് പറയുന്നത്. ഇസ് എ ഡയമണ്ട് ബ്ലൈൻഡ് ഇൻ ദ ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ. എർത്ത് എന്ന് പറയുന്നത് ഒരു ഡയമണ്ടാണ്, ഒരു വജ്രമാണ്, അതും ബ്ലൈൻഡാണ്. അതായത് കോൾ മീൻസ് കൽക്കരിയുടെ വയറിനുള്ളിലുള്ള ഒരു അന്ധനായിട്ടുള്ള ഒരു വജ്രമാണ് എർത്ത് എന്ന് പറയുന്നത്. ഈസ് എ ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ്. എർത്ത് എന്ന് പറയുന്നത് ബ്ലാക്ക്, കറുത്തതാണ്. ലിവിങ് തിങ്, ജീവനുള്ള ഒരു വസ്തുവാണ്. ഇറ്റ്സ് എ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, ചൈൽഡാണ് എർത്ത് എന്ന് പറയുന്നത്. ഫീൽ ഹർ റോളിങ് ഹർ ഹാൻഡ്, അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും ആ കുട്ടിയുടെ കൈകൾ ഇങ്ങനെ ചുരുട്ടുന്നത്. അതുപോലെ ഇറ്റ്സ് കിങ്കി ഹെയർ ഫീൽ ഹർ ബ്രഷിങ് ഇറ്റ് ക്ലീൻ. ആ കുട്ടിയുടെ, അതായത് എർത്ത് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ചൈൽഡാണെന്നാണ് പറയുന്നത്, ഫേവറേറ്റ് ചൈൽഡാണെന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ മുടിയൊക്കെ ചീക്കി വൃത്തിയാക്കി വെക്കുന്ന ഒരു ഫീല് ഒക്കെ നമുക്ക്